ഹോർമോണുകളിലൂടെ വികസിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇവയൊക്കെ വാർദ്ധക്യത്തെ ക്ഷണിച്ചു വരുത്തുന്നവയാണ്. ഉദാഹരണം വേണം. നിങ്ങളിപ്പോൾ പോയി കഴിക്കുന്ന ബ്രോയിലർ ചിക്കൻ 1960-ൽ ഫിഷഗ്വരനായി രംഗത്ത് പ്രവർത്തിച്ചവർ നിങ്ങളുടെ ഇടയിലിരിക്കുന്ന പ്രായമായവരുടെ കൂടെ ഉണ്ടെങ്കിൽ അന്ന് കേരളത്തിലെ സ്ത്രീകൾ പെൺകുട്ടിയാണെന്ന് വളർച്ച അറിയിച്ചത് 18, 19, 20 വയസ്സിലാണ്. ആൺകുട്ടികൾക്ക് ബീജശേഷി വന്നതും ആ സമയത്താണ്. 15 വയസ്സുവരെ ബാല്യമായിരുന്നപ്പോൾ ഒന്നും അറിയാതെ കളിച്ചും ചിരിച്ചും ജീവിക്കുകയായിരുന്നു. 1980-ൽ അത് 14 വയസ്സായി. ആയുർദൈർഘ്യം ഇന്ന് കൂടിയിട്ടുണ്ടെന്നും മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുമൊക്കെയാണ് സ്ഥിതിവിവരക്കണക്കുകൾ വെച്ച് ഭരണാധികാരികളും ആധുനിക ഗവേഷകരുമൊക്കെ നിങ്ങളോട് പറയുന്നത്. താത്വികമായത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഒരുപാട് ദൂരം പോകണ്ട. ഒരു ജീവി പൂർണ്ണ വളർച്ചയ്ക്കെടുക്കുന്ന സമയത്തിന്റെ 6 ഇരട്ടിയാണ് ആയുർദൈർഘ്യമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 18, 19, 20 വയസ്സിൽ നിന്ന് 14 വയസ്സിലേക്ക് 80-ൽ പ്രായപൂർത്തി താഴുകയും 90-ൽ അത് 13, 12 വയസ്സാവുകയും 2000-ൽ അത് 11, 12 വയസ്സാവുകയും ഇന്ന് 2010-ൽ അത് 7.5 മുതൽ 10 വയസ്സ് വരെ ആവുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ബോധ്യപ്പെടേണ്ടതാണ്. അതിശയോക്തിയാണോ? ഇപ്പൊ 7.5 വയസ്സിലൊരു കുട്ടി ആദ്യം സ്ത്രീയാണ് എന്ന് പ്രായപൂർത്തി കാണിച്ചാൽ, പുരുഷനാണെന്ന് പ്രായപൂർത്തി കാണിച്ചാൽ, അതിന് മാക്സിമം ജീവിച്ചിരിക്കാവുന്ന പ്രായം 45 വയസ്സാണ്. മൃത്യു അതിനുള്ളിൽ ഉണ്ടായേ പറ്റൂ. ഇത് നമുക്ക് പ്രകൃതിയിൽ നോക്കിയാൽ കാണാവുന്ന ഒരു കാഴ്ചയാണ്. വലിയ ദൂരമൊന്നും പോകണ്ട. ഇന്ന് കുട്ടികൾക്ക് ബാല്യം ഒക്കെ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ശൈശവം വളരെ കുറവാണ്. നിങ്ങൾ സംശയമുള്ളവർ പറഞ്ഞാൽ തെളിവ് ആയിട്ട് 3.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്കാനിങ് ലോകപ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ ഒന്നായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രാജീവ് റെഫർ ചെയ്ത് സ്കാൻ എടുത്തിട്ടുള്ള ഒരു കുട്ടിയുടെ സ്കാനിങ് നോക്കിയാൽ നമ്മൾ ആ സമയത്ത് തന്നെ ഞെട്ടും. 14 വയസ്സുള്ള പെൺകുട്ടിയുടെ യൂട്രസിന്റെയും ഓവറിയുടെയും വളർച്ചയാണ്. ഷീസ് എ ബിഗ് ഗേൾ. അങ്ങനെ തന്നെയാണ് പ്രിന്റ് ഔട്ട്. 5 വയസ്സിലും 6 വയസ്സിലും 8 വയസ്സിലും ആൺകുട്ടികളെ മടിയിലിരുത്തുന്ന അമ്മയുടെ സഹോദരി, അയൽവക്കത്തെ പ്രായം ചെന്ന സ്ത്രീകളൊക്കെ മടിയിലിരുത്തിയതിലൂടെ പതുക്കെ പതുക്കെ അവരുടെ വൈകാരിക തലങ്ങൾ മാറി സൈക്യാട്രിസ്റ്റിന്റെ അടുക്കലേക്ക് എത്തേണ്ടി വന്നിട്ടുള്ള ആൺകുട്ടികളുടെയും അച്ഛന്റെയും അപ്പൂപ്പന്റെയും അമ്മാവന്റെയും അയൽവക്കത്തുള്ള ആളുകളുടെയും ഉന്നതരാണെന്ന് വിചാരിക്കുന്ന വീട്ടിൽ വരുന്ന സാമൂഹ്യ പ്രവർത്തകരുടെയും കൂടെ മടിയിലിരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്ത് അത് വൈകാരികമായ സന്തുലിതാവസ്ഥയിലെത്തി മാനസിക രോഗമായി തീർന്ന് സൈക്യാട്രിസ്റ്റിന്റെ ഡയറികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള പെൺകുട്ടികളുടെയും എണ്ണം സമീപകാലത്ത് കൂടി വരികയാണ്. പക്വത എത്തുന്നതിന് മുമ്പുള്ള പ്രായപൂർത്തി കോശങ്ങളുടേത് അനിതര സാധാരണമായി വികസിക്കുകയാണ്. ഇവിടെയാണ് ചരകന്റെ വാക്കിന് വളരെ പ്രാധാന്യം വരുന്നത്, അങ്ങേയറ്റത്തെ പ്രാധാന്യം വരുന്നത്. അപ്പൊ ആ ഒരു നിലയിൽ നോക്കിക്കൊണ്ടാണ് ഒരു പ്രായമാകലാണ് കോശത്തിന്റെ ക്യാൻസർ. ഈ വർഷത്തെ നോബൽ സമ്മാനവും അതിനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഈ വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതും ഇനി എത്ര കാലം നിൽക്കുമെന്നറിയില്ല അവരുടെ ചിന്ത. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടത്ര തെളിവുകൾ നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിലുണ്ട്. പ്രായത്തിന് ചികിത്സയുണ്ടോ? ഗ്രന്ഥി അർബുദം മുതലായവയും അതുപോലെ കോശത്തിന്റെ പ്രായം കൂടലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? സുശ്രുതന്റെ ശ്ലോകം നാം കണ്ടിരുന്നു. ശരീരത്തിൽ എവിടെയെങ്കിലും സ്ഥാനസംശ്രയം വന്ന് മാംസധാതുവിനെ ദുഷിപ്പിച്ച് വൃത്താകൃതിയിൽ ഉറച്ച് വേദന കുറഞ്ഞ് വലിപ്പമേറി ആണ്ടിറങ്ങി പടർന്നു നിൽക്കുന്നതാണ് അർബുദം എന്ന് നാം കണ്ടിരുന്നു. അത് വാതം, പിത്തം, കഫം, രക്തം, മാംസം, മേധസ് എന്നിവയ്ക്ക് പ്രാധാന്യമേറി 6 വിധത്തിലുണ്ടെന്നും നാം കണ്ടിരുന്നു. മാധവന്താരണകാരൻ രക്തം ദുഷിച്ചു വരുന്നതിനെ കൂടുതൽ ശക്തിയോടുകൂടി പറഞ്ഞിട്ടുമുണ്ട്.
ശസ്ത്രക്രിയയ്ക്ക് സമർത്ഥമല്ലെന്ന് നാം കണ്ടു. കാരണം അനേകം വേരുകളാണ് എന്നുള്ളതും നാം കാണുകയുണ്ടായി. അപ്പോൾ ഒരിക്കലുണ്ടായ അർബുദം ശസ്ത്രസഹായത്താലോ അല്ലാതെയോ മാറ്റിയാലുണ്ടാകുന്നത് അത് അത്യർബുദമാണെന്നും ഒരിടത്തു നിന്നുള്ള വേര് മറ്റുള്ളിടത്തേക്ക് പടർന്നു പിടിക്കുന്ന ദുരർബുദമാണെന്നും സുശ്രുതന്റെ അഭിപ്രായവും നാം കണ്ടു. അതുകൊണ്ട് കോശത്തിന്റെ വാർദ്ധക്യമാണ് ഇതെങ്കിൽ എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം? ഒന്നാമത്, കോശത്തെ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ പൂർണ്ണമായും വർജിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതാണ് എന്ന് പറഞ്ഞിട്ടേ ചികിത്സ തുടങ്ങാവൂ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. കോശത്തിന് വാർദ്ധക്യം വരുന്ന വളരെ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, വളരെ കെമിക്കൽസ് ഉണ്ട്, വളരെ വറുത്തുപൊരിച്ച സാധനങ്ങളുണ്ട്. അവ ചില അവയവങ്ങളെ മാത്രം വാർദ്ധക്യത്തിലേക്ക് നയിപ്പിക്കുന്നവയുണ്ട്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കപ്പ പാൻക്രിയാസിനെ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നതാണ്. പരീക്ഷിച്ച് നിങ്ങൾക്ക് നോക്കാം. കപ്പ ഈ നാട്ടുകാരനല്ലാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, വരത്തനാണ്. പക്ഷെ നമ്മുടെ ജീവിതവുമായി, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുള്ളവരുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളൊരു പദാർത്ഥമാണ്. ഏതാണ്ട് സാൽമ്യം വന്നിട്ടുണ്ടെന്ന് വരെ പറയാവുന്ന ഒരു പദാർത്ഥമാണ്. പക്ഷെ പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്നത് കള്ളുഷാപ്പിലാണെങ്കിൽ പോലും തിളപ്പിച്ചൂറ്റിക്കളഞ്ഞാണ് പച്ചയ്ക്ക് ഉപയോഗിച്ചത്. ഇന്ന് ഉപയോഗിക്കുന്നത് തിളപ്പിച്ചൂറ്റാതെയാണ്. ഒന്നാമത്തെ വൈകല്യം അതാണ്. രണ്ട്, ഒരു 10 കൊല്ലത്തിന് മുമ്പ് വരെ കപ്പയുടെ ഉപ്പേരി ഉണ്ടായിരുന്നില്ല. ഉപ്പേരി എന്നാണോ ഈ നാട്ടിൽ പറയുന്നതെന്നറിയില്ല. ചിപ്സ് ഇന്നത് ധാരാളമുണ്ട്. നിങ്ങൾ പാക്കറ്റ് പടിയാണ് വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുക. കപ്പ വാട്ടി ഉണങ്ങി ഉറക്കാറുണ്ട് കേരളത്തിൽ, പച്ചയ്ക്ക് ഉറക്കാറില്ല. അപ്പൊ കട്ട ഇവിടെ പോവും. ആധുനികമായി ട്യൂബർ ക്രോപ്സ് റിസർച്ചും മറ്റും കപ്പയെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് 6 മാസം കൊണ്ട് വളരുന്നതിനെ 1 മാസം കൊണ്ടാണ്. അതിന്റെ മൈറ്റോസിസിനെ കൃത്രിമമായി വേഗതയിലാക്കിയ നെല്ല്, കപ്പ, കോഴി ഇവയുടെ എല്ലാം മൈറ്റോസിസ് കൃത്രിമത്വം കൊണ്ട് വളരെ വേഗത്തിലാക്കിയാൽ അതിനെ വേഗത്തിൽ കോശവിഭജന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന അതിലെ രാസത്വരകങ്ങൾ അത് കഴിക്കുന്നവനിൽ പ്രതിപ്രവർത്തിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. കോഴിയുടെ കാര്യത്തിലും ഞാൻ അതാണ് പറഞ്ഞത്. ബ്രോയിലർ ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറില്ല. ഒരു കോഴിയെ 27 ദിവസം കൊണ്ടാണ് വികസിപ്പിച്ചെടുക്കുന്നത്. നാമക്കല്ലിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം 40 ദിവസത്തിനുള്ളിൽ തിന്നണം. 40 കഴിഞ്ഞാൽ അതിന്റെ മാംസം ഭക്ഷണയോഗ്യമല്ല. വെള്ളമടിച്ചവന് മാത്രം തിന്നാനായിട്ട് പെട്ടിക്കട വരുന്നതാണെന്നാണ് കണക്ക്. ഒക്കെ ശരിയാണോ കണക്കെന്നൊക്കെ നോക്കിയിട്ടേ വിശ്വസിക്കാവൂ. ഞാൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ വിശ്വസിക്കരുത്. അപ്പൊ കൃത്രിമമായ മൈറ്റോസിസ് ഭക്ഷണത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അനവധി തരം ഹോർമോണുകൾ ഇന്നുണ്ട്. അത് പറയുമ്പോൾ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ. ക്യാൻസർ വന്ന് ഒരു രോഗിയും മരിക്കുന്നത് ക്യാൻസർ മാത്രം കാരണമായല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, കസ്തൂർബ മെഡിക്കൽ കോളേജ്, KMC അട്ടാവർ, ഈ 3 കോളേജുകളിലെങ്കിലും വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളിൽ ഞങ്ങൾ ശ്രദ്ധേയമായി നടത്തിയ ഒരു അന്വേഷണത്തിൽ ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക് അറസ്റ്റ്, ഹൈപ്പർ നാട്രീമിയ, ഹൈപ്പോനാട്രീമിയ, ഹൈപ്പർ കാലീമിയ, ഹൈപ്പോകാലീമിയ ഇവയാലാണ് മരണം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബോധ്യം. ഒരാഴ്ച മുമ്പാണ് കോട്ടയത്ത് 14 വർഷമായി ചികിത്സയിൽ തന്നെ തുടരുകയും ഇടയ്ക്കിടയ്ക്ക് രോഗം മൂർച്ഛിക്കുകയും പിന്നീട് ശാന്തമാവുകയും ചെയ്ത ഒരു AML M2 പേഷ്യന്റ്, അവരുടെ മൃത്യുവും സംഭവിച്ചത് ഹൈപ്പർ ഗ്ലൈസീമിയയിലാണ്. ഹൈപ്പർ ഗ്ലൈസീമിയയും ഹൈപ്പർ ടെൻഷനുമാണ്. ഹൈപ്പർ ഗ്ലൈസീമിയയ്ക്ക് കാരണം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞപ്പോൾ കൊടുത്ത സ്റ്റീറോയിഡാണ്.
ക്യാൻസർ ചികിത്സാ രംഗത്തിന്റെ ഏറ്റവും വലിയ ദൂഷിത വലയവും അതാണ്. ചികിത്സകൻ സുരക്ഷിതവും രോഗി അരക്ഷിതവുമായ ഒരു ചികിത്സാ രംഗമാണ് അർബുദരംഗം. കാരണം അത് ക്യാൻസറാണ്. രക്ഷപ്പെടില്ല എന്ന് ബന്ധുക്കളും, രക്ഷപ്പെടില്ല എന്ന് ഭിഷഗ്വരനും, രക്ഷപ്പെടില്ല എന്ന് ശാസ്ത്രവും ഉറക്കെ പറഞ്ഞു കഴിഞ്ഞ ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ശ്രദ്ധ കൈവിട്ടു പോയാലും മരണത്തിന്റെ കാരണക്കാരൻ ക്യാൻസർ അല്ലാതെ മറ്റൊന്നല്ല. കൊടുത്ത സ്റ്റീറോയിഡ് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് 400-ലധികം എത്തിച്ചിട്ടാണ് രോഗി മരിക്കുന്നത്. ഇൻഷുറൻസ് വേണ്ടതുകൊണ്ട് ഡോക്ടർക്ക് റിപ്പോർട്ട് കറക്റ്റായിട്ട് കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കൊടുക്കില്ല. അപ്പോൾ പലപ്പോഴും നാം കാണുന്ന ഒരു പ്രത്യേകത, പ്രധാന രോഗത്തിന് ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ രോഗിക്ക് അനുബന്ധമായി വരാവുന്ന രോഗങ്ങളെ സശ്രദ്ധം നിരീക്ഷിക്കുവാനുള്ള പാഠവും നമുക്കുണ്ടാവണം. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പോനാട്രീമിയയിലും ഹൈപ്പോകാലീമിയയിലുമാണ്. കാരണം സോഡിയവും പൊട്ടാസ്യവും കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഈ രംഗത്തെ ദുരൂഹതകളിൽ ഏറ്റവും വലുതാണ്. അത്ര ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇനി എന്താണ് ഇതിന്റെ ചികിത്സ? കഴിഞ്ഞ സംവത്സരങ്ങളിലൂടെ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ ചികിത്സ രസായനങ്ങളാണ്. അവയാണ് ഏറ്റവും ഫലപ്രദം. എന്നാൽ ചില ക്യാൻസറുകൾ ആധുനികർ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അത് നോക്കിയിട്ട് നമ്മൾ മരുന്ന് എഴുതി കൊടുക്കാൻ ഇടയാവരുത്. ഇത് കൃമിജങ്ങളാണ്. HBsAg പോസിറ്റീവിൽ നിന്ന്, ഹ്യൂമൻ ബർ വൈറസിൽ നിന്ന് വരുന്ന ഒരു ക്യാൻസർ വിഭാഗമുണ്ട് ലിവറിന്. ഹ്യൂമൻ ചൈൽഡ് വൈറസിൽ നിന്ന് പെട്ടെന്ന് രൂപാന്തരപ്പെട്ടു വരുന്ന ഒരു ക്യാൻസറുണ്ട്, അത് ലിവറിൽ തന്നെയാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വരുന്ന വളരെ വിപുലമായ സ്ക്വാമസ് സെല്ലുകളിൽ ബാധിക്കുന്ന വളരെ വിപുലമായ ഒരു ക്യാൻസറുണ്ട്. ഇവയ്ക്ക് രസായനങ്ങൾ പൂർണ്ണഫലപ്രദങ്ങളോ പൂർണ്ണഫലദായികളോ അല്ല. ഇവയെ ചികിത്സിക്കുവാൻ ആയുർവേദം സമീപിക്കേണ്ടത് അഥർവവേദത്തെ തന്നെയാണ്. ആയുർവേദത്തിന് സഹായകമായ ആയുർവേദത്തിന്റെ പിതൃത്വം അവകാശപ്പെടാവുന്ന ആദിമഗ്രന്ഥങ്ങളിലൊന്നായ അഥർവവേദത്തിലെ ഒരു ഭാഗം മുഴുവൻ കൃമിപ്രകരണമാണ്. ഏതാണ്ട് 200-ലധികം ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളെപ്പറ്റി അവിടെ ചർച്ചയുണ്ട്. ഔഷധങ്ങളുടെ എണ്ണം വളരെ കുറവ് മതിയാവും. ആയുർവേദം ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ ഏറ്റവും ഫലപ്രദം ഗുൽഗുലുവാണ്. സസ്യൌഷധങ്ങളിൽ വലിയ കടലാടി അപാമാർഗ ഗുൽഗുലുവിനേക്കാൾ ശ്രദ്ധേയവും ശക്തവുമായൊരു ഔഷധമാണ്. അപാമാർഗയ്ക്ക് തുല്യമായി അതിന്റെ പ്രഭാവത്തോട് പ്രാർത്ഥനാപൂർവം ഉപയോഗിച്ചാൽ, അതിന്റെ പുക കൊള്ളിച്ചാൽ, അതരച്ച് പാലിൽ കൊടുത്താൽ, അത് ശർക്കര ചേർത്തരച്ചു കൊടുത്താൽ, അതുകൊണ്ട് അടയും മറ്റും ഉണ്ടാക്കി കൊടുത്താൽ ഒക്കെ ഫലപ്രദമായ ഒന്നാണ് അപാമാർഗ. പൂവരസിന്റെ പഴുത്ത ഇല, പ്രത്യേകിച്ചും ചൈൽഡ് വൈറസിലും ബർ വൈറസിലും ലിവറിനെ ബാധിക്കുന്നിടത്ത്, സ്കാമസ് സെല്ലില് പൂർണ്ണഫലദായിയാണെന്ന് പറഞ്ഞുകൂടാ. പഴയ കാലത്ത് നിങ്ങളുടെ വീടുകളിലൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇതാണ് വച്ചിട്ടുണ്ടാക്കിയിരുന്നത്. കാരണം ഉഴുന്ന് നിത്യ ഉപയോഗത്തിൽ ഉപയോഗിക്കുമ്പോൾ ലിവറിനെ ബാധിക്കാറുണ്ട്. ലിവറിന് തടിപ്പുണ്ടാക്കുന്ന സാധനങ്ങളിലൊന്നാണ്. നിത്യം ഉപയോഗിക്കരുതാത്ത പട്ടികയിൽ ഉഴുന്നും ചേമ്പുമൊക്കെ പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ആ ഉഴുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ വൈകല്യം പോകുന്നതിന് ഈ സാധനമാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് പച്ച നിറത്തിൽ ഇഡ്ഡലി കാണാറുണ്ടാവായിരുന്നു. ഓർമ്മയുണ്ടോയെന്നറിയില്ല, ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പൂവരസിന്റെ പഴുത്ത ഇലയാണ് ഏറ്റവും നല്ലത്. അത് അരച്ചു കൊടുത്താൽ ലിവറിന്റെ മിക്കവാറും പ്രശ്നങ്ങളെല്ലാം
മാറിക്കിട്ടുന്നതാണ്. ചൈൽഡ് വൈറസിന് വളരെ നല്ലതാണ്. പാപ്പിലോമ വൈറസിന് പെരിങ്ങലമാണ് ഏറ്റവും നല്ലത്. പെരിങ്ങലം, പെരു, വട്ടപ്പെരു, തീട്ടപ്ലാവില, വട്ടപ്പലം, ഒരുവേരൻ, ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ചെടി ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ നാട്ടിൽ ഏത് പറയുന്നു അതേ എഴുതിയെടുത്തുകൊണ്ട് പോകാവും. ഇല്ലെങ്കിൽ നിലാവിന്റെ കിളിന്ന് പറഞ്ഞൊന്നു എന്ന് ധരിക്കാനിടയാവരുത്. സ്ക്വാമസ് സെൽ കാർസിനോമ മുഴുവൻ മാറാൻ ഈ ഒരു മരുന്ന് മതി. ഹീല സെല്ലുകളിൽ അതീവ പ്രവർത്തനക്ഷമതയുള്ളതാണ്. ഇതിന്റെ പ്രൊവിഷണൽ പേറ്റന്റ് ഇന്റർനാഷണലായി ഞങ്ങളുടെ പേരിലുള്ളതാണ്. അതുകൊണ്ട് വെറുതെ പറഞ്ഞതല്ല. ആൻഡേഴ്സൺ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ഹീല സെല്ലിൽ ആദ്യം ഇമ്പോർട്ട് ചെയ്ത സെർവിക്സ് സ്മിയറുകളിൽ പരീക്ഷിക്കുകയും ഇൻ വൈവോ ഇൻ വിട്രോ സ്റ്റഡി പൂർണ്ണമാക്കുകയും ഹീല സെല്ലിൽ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കണ്ടെത്തുകയും കംപ്ലീറ്റ് ക്യാൻസർ കോശങ്ങളെയും വളരെ ഡയലൂട്ടഡ് ആയിട്ടുള്ള ഔഷധം പൂർണ്ണമായി മാറ്റുന്നുവെന്ന് മാത്രമല്ല, ഡയലൂട്ടഡ് ആയിട്ടുള്ള ഔഷധം ഒരു ഉത്തമ കോശത്തെയും നശിപ്പിക്കുന്നില്ല എന്നുകൂടി പ്രത്യേകതയുള്ള ഏക ഔഷധം ഇത് മാത്രമാണ് ഇന്നോളം കണ്ടുപിടിച്ചിട്ടുള്ളത്. പേറ്റന്റിന് അപ്ലൈ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് നാടിന്റെ സ്വത്തായതുകൊണ്ട് എല്ലാവരും അറിയുകയും ഉപയോഗിക്കുകയും ചെയ്യണം എന്നുള്ള നിർബന്ധം കൊണ്ട് തന്നെയാണ്. അല്ലാതെ മറ്റു താല്പര്യങ്ങളായിരുന്നുവെങ്കിൽ അത് പുറത്തുവിടില്ല. നിങ്ങൾ ആരുപയോഗിച്ചാലും ഫലം കിട്ടും. ഒരു സ്ക്വാമസ് സെൽ കാർസിനോമയിൽ പോലും പരാജയമുണ്ടാവില്ല. ശ്രദ്ധാപൂർവം പഥ്യാചരണത്തോടെയാണ് കൊടുക്കുന്നത്, സംപ്രാപ്തി വിവരണത്തോടെയാണ്. നിങ്ങൾ വൈദ്യന്മാരാണ് അല്ലെങ്കിൽ വൈദ്യന്മാരാകാൻ പോകുന്നവരാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ബാക്കി വിവരണങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കുന്നത്. വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1960 വരെ സ്ത്രീകളിൽ സർവിക്സ് ക്യാൻസർ വളരെ കുറവായിരുന്നു. ഇന്ന് വളരെ കൂടുതലാണെന്നാണ് എൻ്റെ അറിവ്. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ RCC നടത്തിയ പഠനത്തിൽ, കൺട്രോൾ എക്സ്പെരിമെന്റിലുള്ള പഠനത്തിൽ 100% സ്ത്രീകളിലും സെർവിക്സ് സ്മിയർ മലിഗ്നന്റാണ്. അവരെടുത്ത സാമ്പിളിൽ 100%. നിങ്ങൾക്ക് വിവരാവകാശം വഴി അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ വീണ്ടും വിളിക്കാം, തല്ലാം. കുറഞ്ഞൊന്നും ചെയ്യണ്ട. RCC ഗംഭീരമായൊരു പഠനമാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ആധുനിക ഹോസ്പിറ്റലുകളിലെ ഗൈനക്കോളജിസ്റ്റുകൾ അവരുമായി സന്തത സമ്പർക്കത്തിലുള്ള ജീവനക്കാരോട് പുതിയ തരത്തിലുള്ള നാപ്കിൻസ് ഉപയോഗിക്കരുതെന്ന് സ്ട്രിക്റ്റായി പറയുന്നുമുണ്ട്. നാപ്കിൻ വഴിയുള്ള അശുചിത്വം, അശുദ്ധി ഈ അണുബാധയിൽ വളരെ നിർണായകമാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് കൂടുതൽ ബാധിക്കുന്നത് സർവിക്സിൽ. അതേ ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് ഈസോഫേഗസിനെ ബാധിക്കുന്നത്. ഈസോഫേഗസിൽ വരുന്ന ക്യാൻസർ ഏതാണ്ട് ഇത് തന്നെയാണ്. HPV അണുബാധ മൂലം വരുന്നതാണ്. പാപ്പിലോമ വിഭാഗത്തിൽ ത്വക്കിൽ വരുന്നതും ഇതേ സാധനം തന്നെയാണ്. സ്ക്വാമസ് സെല്ലിലെല്ലാം ബാധിക്കുന്ന ഈ ക്യാൻസറിന് കഴിക്കേണ്ട രീതി, പെരിങ്ങലത്തിന്റെ വേര് ഒരു വേരുള്ളതാണെങ്കിൽ ഉത്തമമാണ്. അപൂർവമായി ഒന്നിലധികം പക്കുവേരുകളോട് കൂടിയത് കാണാറുണ്ട് വല്ല പാറപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ. മറ്റത് പറിച്ചാൽ ഒരു വേര് മാത്രമേ കാണുള്ളൂ. അത് കലർപ്പില്ലാത്തതാണ്, ഉത്തമമാണ്, ക്രോസ് പോളിനേഷൻ ഉള്ളതല്ല മറ്റുള്ള ചെടികളോടൊന്നും. അതിന്റെ വേരെടുത്ത്, വലിയ മൂത്ത വേരാണെങ്കിൽ വേരിന്മേൽ തൊലിയെടുക്കുക, ചെറിയ വേരാണെങ്കിൽ വേര് മൊത്തം എടുക്കാം. അതെടുത്ത് നല്ലപോലെ അരയ്ക്കുക, തരിയില്ലാതെ. പഴയ രീതി അരിയും കൂടെ ചേർത്ത് അരച്ച് അടയുണ്ടാക്കി കഴിക്കുകയാണ്. ഇതാണ് പഴയ രീതി. പ്രസവം കഴിഞ്ഞാൽ 7 ദിവസം ഇത് കഴിച്ചിട്ടില്ലാത്തവർ പ്രാചീന തറവാടുകളിൽ ഉണ്ടാവാറില്ല. അന്നത്തെ വല്യമ്മമാർക്ക് സർവിക്സ് സ്മിയറിന് അശുദ്ധി വരാതിരിക്കാൻ അറിയുന്ന ഔഷധങ്ങളിൽ പരമോന്നതമായ ഒന്നായിരുന്നു ഇത്. ഫിരംഗം മുതലായ രോഗങ്ങളിൽ നിന്ന് ഇതിലേക്ക് വഴിമാറി വരുന്ന കേസുകൾ ധാരാളമുണ്ട്. അവയിൽ ഇതിന്റെ കൂടെ നിലപ്പനക്കിഴങ്ങ്,
നിലംപരണ്ട, നാടൻ പൂവൻ പഴം, അതിന് പകരം വെക്കാൻ വേറെ ഒന്നും എടുത്താൽ പ്രയോജനമില്ല. തമിഴ് പൂവൻ പഴമൊക്കെ പ്രയോജനമില്ലാത്തതാണ്. നാടൻ പൂവൻ പഴം, കൂവപ്പൊടി, ഉണക്കമുന്തിരിങ്ങ, കൂവപ്പൊടി 1 ടീസ്പൂൺ, ഉണക്കമുന്തിരിങ്ങ 1 പിടി, നിലപ്പനക്കിഴങ്ങും നിലംപരണ്ടയും അരച്ച് 1 ടീസ്പൂൺ, പൂവൻ പഴം 1 മതി, 2 ആയാലും കുഴപ്പമൊന്നുമില്ല. കൽക്കണ്ടവും തേനും ചേർത്ത് നല്ലപോലെ കളിയുണ്ടാക്കുക എന്നാണ് പറയുക. നല്ലപോലെ അരച്ച് യോജിപ്പിച്ച് വർഷത്തിൽ 1 ദിവസം പതിവായി സ്ത്രീകൾ കഴിച്ചിരുന്നതാണിത്. ഇപ്പോഴും വടക്കൻ കേരളത്തിൽ ഇതിന്റെ ഉപയോഗം ചില തറവാടുകളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആ ദിവസം മാത്രമാണ് അവർ കാച്ചിൽ ഉപയോഗിച്ചിരുന്നത്. എല്ലാ സ്റ്റീറോയിഡ് സോഴ്സും കാച്ചിലാണ്, പ്രത്യേകിച്ചും അരോട്ടിക്കാച്ചിൽ. ആ കാച്ചില് പുഴുങ്ങി ഉപയോഗിക്കുകയും ഈ ഔഷധം ഒരു നേരത്തേക്ക് ദിവ്യമായി സ്ത്രീകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വർഷത്തിലുണ്ട്, തിരുവാതിര എന്ന് പറയും. ഈ ഔഷധം കൊണ്ട് കോഷ്ഠം ശുദ്ധമാവുകയും നാൽപ്പാമരത്തോലിട്ട് വെന്ത വെള്ളമോ നാൽപ്പാമരവും, അതായത് അരയാൽ, പേരാൽ, അത്തി, ഇത്തി, കല്ലാൽ, പാച്ചൂറ്റി, ഈ 6 തോല്, ഷഡ്വൽക്ക ചൂർണം, അവയിട്ട് തിളപ്പിച്ച വെള്ളമോ കൊണ്ട് യോനി ശുദ്ധമാക്കുകയും ചെയ്താൽ, 1-2 പ്രാവശ്യം ശുദ്ധമാക്കുകയും ചെയ്താൽ ഈ രോഗം വരാതിരിക്കുകയും വന്നിട്ടുണ്ടെങ്കിൽ മാറുകയും ചെയ്യുന്നതാണ്. ഇത് രണ്ടും കൂടെയാണ് സർവീക്സിലൊക്കെ വരുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. 100% ഫലപ്രദമാണ്. ചില ആളുകൾ അല്പം കൂടി ഉപയോഗിക്കും. അതിനൊരു ചെറിയ വൈകല്യമുണ്ട്. ജാതിക്കായുടെ പരിപ്പ് അത് എണ്ണ കാച്ചി സൗഭാഗ്യവർദ്ധിനി എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്, പഴയ യോഗമാണ്, അത് വളരെ നല്ലതാണ് ശുദ്ധിക്ക്. പക്ഷെ അതിനൊരു വൈകല്യമുണ്ട്. അറിയാതെ എപ്പോഴെങ്കിലും അത് ഉപയോഗിക്കുന്ന ഒരാൾ ഏതെങ്കിലും പുരുഷനോട് സംസർഗം ഉണ്ടായാൽ വശ്യഗുണമുണ്ട് എന്നൊരു കുഴപ്പം അതിനുണ്ടെന്നാണ് അതിന്റെ ഫലശ്രുതിയിൽ എഴുതിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് പ്രായോഗികമായി എനിക്കറിവില്ല. എനിക്ക് അറിയുന്നത് അതിന്റെ ആദ്യ ഭാഗമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ. അങ്ങനൊരു കാര്യവും ഈ തൈലത്തിനുണ്ടെന്നാണ് പറയുന്നത്. ഇത് വളരെ ശ്രേഷ്ഠമായ, മിക്കവാറും കുരുക്കള്, ദുർഗന്ധമുണ്ടാക്കുന്ന സ്രവങ്ങൾ, ഇവയൊക്കെ പോകാനും ഉത്തമമാണ്. ക്യാൻസറിലേക്കുള്ള യാത്രയിൽ കോശങ്ങളുടെ വാർദ്ധക്യത്തിൽ തടയുന്നു എന്ന് പഠിക്കുന്നതിനേക്കാൾ അണുക്കളെ തടയുന്നു എന്ന് പഠിക്കുകയാണ് ആ ശാഖയിൽ നല്ലത്, അണുബാധ കൊണ്ടുവരുന്ന ക്യാൻസറുകൾക്ക്. മറ്റൊരു സാധനം അണുബാധ കൊണ്ടുവരുന്ന ക്യാൻസറുകളിൽ അഞ്ജനമാണ്. സ്രോതോഞ്ജനവും സൗവീരാഞ്ജനവും. ലിവറിലും മറ്റും വരുന്ന ക്യാൻസറുകളിൽ കേരളീയ ക്ഷേത്രങ്ങളിൽ ഉള്ള വിഗ്രഹങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി എന്നതിനേക്കാൾ ഔഷധത്തിന് വേണ്ടിയായിരുന്നു. നവപാഷാണം, പഞ്ചാമൃത ലൗഹം, സപ്തലൗഹം, ഇങ്ങനെ ഒരുപാട് കൂട്ടുകളുണ്ട്. നിങ്ങളുടെ അടുത്ത് തന്നെ കുമാരനെല്ലൂരൊരു ദേവീക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു. അത് അഞ്ജനക്കല്ലാണ്. ഇവിടെ മഞ്ഞളാണ് അഭിഷേകം ചെയ്യുന്നത്. ആ മഞ്ഞളിൽ അഞ്ജനക്കല്ലിന്റെ ഗുണമുണ്ടാവും. അത് നല്ലൊരു അണുനാശകമാണ്. ആ അഞ്ജനക്കല്ല്, സൗവീരാഞ്ജനം, സ്രോതോഞ്ജനം, രണ്ടും അണുക്കളുടെ ആധിക്യം കൊണ്ടുവരുന്ന അർബുദത്തിൽ വളരെ ഫലപ്രദങ്ങളാണ്. തിരിച്ചറിയണം ഇതേത് അണുവിനാലാണ് എന്ന്. അത് മാത്രമേ ഉള്ളൂ. അതിന്റെ ലക്ഷണങ്ങൾ പഠിക്കണം. അതിന് ആയുർവേദ ഗ്രന്ഥങ്ങളോടൊപ്പം തക്മൻ, യക്ഷമ തുടങ്ങിയ ഭാഗങ്ങളെ പഠിക്കാൻ അഥർവവേദവും കൂടി ഉപയോഗിച്ചാൽ ഉത്തമമാണ്. തക്മൻ എന്ന് പറയുന്നത് ഏതാണ്ട് മലേറിയയുടെ ലക്ഷണങ്ങളോടുകൂടിയ പനിയാണ്. അതിനെ ഏറ്റവും ഫലപ്രദമായ ആ വിഭാഗത്തിൽ വരുന്ന മലിഗ്നൻസി, അതിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപാമാർഗ. അതിനേക്കാൾ ഫലപ്രദമാണ് ഇപ്പോൾ നിരോധിച്ചിട്ടുള്ള കൊട്ടം.
കൊട്ടം നിരോധിച്ചു എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങാടിക്കടയിൽ കൊട്ടമില്ല. കൊട്ടം ചുക്കാതി തൈലം ഉണ്ടാക്കാൻ കൊട്ടം കിട്ടാൻ വഴിയില്ല. മോഡേൺ മെഡിസിനിൽ ഒരു ജൻഷയിൽ വയലറ്റ് ഒരിക്കൽ നിരോധിച്ചപ്പോൾ കേരളം നടുങ്ങി. മരുന്നുകളുമായി ആയുർവേദ ഭിഷഗ്വരന്മാർക്കുള്ള ബന്ധം കുറഞ്ഞതുകൊണ്ടോ അതിന്റെ വിശ്വാസ്യതയിലുള്ള കുറവ് കൊണ്ടോ ഓരോരോ മരുന്നുകളായി ഓരോന്ന് നിരോധിക്കുമ്പോഴും കേരളം അത് അറിയാതെ കടന്നു പോകുന്നുണ്ട്. നിരോധിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നായിരിക്കും. കർണാടകത്തിൽ നിരോധിച്ചിട്ടില്ല. കർണാടകത്തിൽ പോയി കൊണ്ടൊന്നും വേണം ഉപയോഗിക്കാൻ. കൊണ്ടിരുന്ന വഴിക്ക് പിടിച്ചാൽ അകത്ത് പോവുകയും ചെയ്യും. കൊട്ടം ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ്. വൈദിക ആയുർവേദം തന്നെ പറയുന്ന ഔഷധങ്ങളിലൊന്നാണ്. ലഡ്, സീസം, അതും അഥർവവേദത്തിൽ പറയുന്നതാണ്. ക്യാൻസറിൽ ഏറ്റവും ഫലപ്രദമാണ്. വംഗഭസ്മം, അതെല്ലാം അണുക്കൾ മൂലമുണ്ടാകുന്ന ക്യാൻസറിലാണ് എന്ന് മറക്കരുത്. ഇതൊന്നും ശരിയായ അർബുദത്തിൽ, ആയുർവേദം ശരിയായി ചൂണ്ടിക്കാണിക്കുന്ന അർബുദത്തിലല്ല, കൃമിജങ്ങളായിരിക്കുന്ന അർബുദ രോഗങ്ങളിലേതാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഇതിലൊന്നുപോലും മറ്റതിലുള്ളതല്ല. മറ്റൊന്ന്, കൃമിജങ്ങളായി ആവിർഭവിക്കുകയും കോശത്തില് സൃഷ്ടികർമ്മം ആവിർഭവിക്കുകയും ചെയ്യുന്ന തരം ഒരർബുദമുണ്ട്. അതിലേറ്റവും ഫലപ്രദമായത് പേരാലിന്റെ മൊട്ടാണ്. പേരാലിന്റെ മൊട്ട എന്ന് പറയുന്നത് നിങ്ങൾ മുകുളം എന്ന് പറയുന്നതാണ്, മനസ്സിലായിട്ടുണ്ടാവും. അതിന് മൊട്ടെന്ന് പറയുന്നത് അതിന്റെ ഒരു ഇത് അടർത്തി നോക്കിയാൽ അതിനകത്ത് വിടരാറായ പൂ കാണാം. വളരെ ചെറുതാണ്, കണ്ണുകൊണ്ട് കാണാൻ വളരെ ചെറുതാണ്. അതിൻ്റെ അകത്ത് ഫൈക്കസ് വർഗത്തിൽപ്പെട്ട ഒരു വണ്ടിന്റെ മുട്ടയുണ്ട്. അതാണ് അതിലെ ഔഷധം. അത് നോൺ വെജിറ്റേറിയനാണ്. ഹോമത്തിന് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ രാത്രിപ്പനിക്ക് ഉപയോഗിക്കുമ്പോഴും കുട്ടികളില്ലാത്തതുകൊണ്ട് ബീജശേഷി ഉണ്ടാവാനും അണ്ടശേഷി ഉണ്ടാകാനും ഉപയോഗിക്കുമ്പോഴും അത് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ്. അത് ആദ്യം കേൾക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? അത് മുട്ടയുണ്ടെന്നുള്ള വിവരം അറിയാം. കാരണം അതിൽ ഒരു പ്രത്യേകതരം ഫൈക്കസ് വർഗത്തിൽപ്പെട്ട വണ്ടാണ് നുഴഞ്ഞു കയറുന്നത്. ഫൈക്കസ് റിലീജിയോസ എന്നാണ് അതിന്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ പൂവിലൂടെ മെല്ലെ നൂഴ്ന്ന് കയറി ചിറകുകൾ അറ്റുപോയ ഈ വണ്ട് അതിനുള്ളിൽ ചെന്ന് മുട്ടയെ നിക്ഷേപിക്കും. അതവിടെ വെച്ച് തന്നെ ചത്തുപോകും. ആ മുട്ടയെ അതിനുള്ളിലിരുന്ന് അതിലെ ആൺകുഞ്ഞുങ്ങൾ വിടരും. എന്ന് പറഞ്ഞാൽ അതിന് മാത്രമേ ചുണ്ടുണ്ടാവുള്ളൂ കൊത്തിപ്പൊട്ടിക്കാൻ. അങ്ങനെ പുറത്തു വരും. ആ ആൺകുഞ്ഞുങ്ങളാണ് അകത്തുള്ള മറ്റേ മുട്ടയുടെ ഇത് കുത്തിപ്പൊട്ടിച്ച് പെൺകുഞ്ഞുങ്ങളെ പുറത്തു വരുത്തുന്നത്. അതവിടെ വെച്ച് തന്നെ ഇണചേരുകയും ആ പെൺകുഞ്ഞുങ്ങൾ പറന്ന് പുറത്തു പോവുകയും ചെയ്യും. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞവ പറന്ന് പുറത്തു പോകും. ആൺജീവികൾ അതിനകത്ത് വെച്ച് തന്നെ മരിക്കും. അതാണ് അടുത്ത പൂവിലേക്ക് പറന്നു പോകുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രജനനം. കേൾക്കുമ്പോൾ ഒരു കഥ പോലെയാണ് നിങ്ങൾക്ക് തോന്നുക. നിങ്ങൾക്ക് ബയോളജി എടുത്ത് പഠിച്ചു നോക്കാം പൂർണ്ണമായി, എന്നിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി. ഇതിൽ ഗവേഷണം ചെയ്യുമ്പോൾ വളരെ രസകരമായ ഒരു സസ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഷസ് സ്വപ്നേ ധാതുവിൽ നിന്നാണ് സസ്യം ഉൽപ്പന്നമാകുന്നത്. തദ്വർത്ത നിർദ്ദേശമെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകുമെന്നാണ് എൻ്റെ ധാരണ. അപ്പൊ എന്താണ് സ്വപ്ന ജാഗ്രതകളും സുഷുപ്തിയുമെന്നും സുഷുപ്തിയുടെ അന്തരാളത്തെ പറയുമ്പോൾ യേശ സർവേശ്വര, യേശ സർവജ്ഞ, യേശോ അന്തര്യാം, യേശ യോനിഹി സർവസ്യ പ്രഭവാപ്യൗ ഹി ഭൂതാനാം എന്നതിന്റെ അർത്ഥവും വ്യാപ്തിയും എന്താണെന്നുമൊക്കെ ആ വഴിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. എന്തായാലും ആ ഔഷധം വളരെ ഫലപ്രദമാണ്. നമുക്കത് മാത്രമാണ് ആവശ്യമുള്ളത്. മാത്രം പറഞ്ഞു പോകുന്നതിനിടയിൽ ഒരല്പം നിങ്ങളോട് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ ആമാശയ ക്യാൻസറാണ്. അതിൽ തന്നെ മനസ്സിലാക്കാം ഭക്ഷണമാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത് പരിഷ്കൃതരിൽ വളരെ കൂടുതൽ കാണുമ്പോൾ അപരിഷ്കൃതരിൽ ഇതിന്റെ എണ്ണം വളരെ കുറവാണ്. പുത്തൻ പരിഷ്കാരത്തിന്റെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കണ്ടമാനം കഴിക്കുമ്പോൾ പ്രിസർവ്ഡ് ഫുഡ്, ഒന്നാമത് പ്രിസർവേറ്റീവ്സ് എല്ലാം ബ്രെയിനെ ബാധിക്കും. കഷായം എന്ന് വെച്ചല്ല കഴിക്കുന്നത്, അതിൽ വരെ പ്രിസർവേറ്റീവ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൽ പൊട്ടാസ്യം
സോഡിയം ഒക്കെ പ്രിസർവേറ്റീവായിട്ട് ചേർക്കുമ്പോൾ, സോഡിയം ബെൻസോയിക്കൊക്കെ ചേർക്കുമ്പോൾ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി വളരെ കൂടുതലായി കാണാറുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴെങ്കിലും പ്രിസർവേറ്റീവ് കുറയേണ്ടതാണ്. അപ്പോൾ ബ്രെയിനെ വളരെ പെട്ടെന്ന് ബാധിക്കുകയും തദ്വാര പരിണാമമുണ്ടാവുകയും ചെയ്യുന്നു. കണ്ടമാനം ഭക്ഷണം ഇന്ന് ആ നിലയിൽ രംഗത്ത് വരുന്നുണ്ട്. അത് കുറച്ചിട്ട് ഔഷധങ്ങളെ കണക്ക് കൂട്ടിക്കൊടുത്താൽ ആ വകുപ്പിലുള്ളവയും മാറിക്കിട്ടുന്നതാണ്. ഉദരത്തിൽ വരുന്നതിൽ ഏറ്റവും നല്ലത് ത്രിഫലയാണ്. പ്രത്യേകിച്ചും പാൻക്രിയാസിലെ ക്യാൻസറിന് ത്രിഫല മാത്രം മതിയാവും, വേറെ ഒരു മരുന്ന് വേണ്ടി വരില്ല. പാൻക്രിയാറ്റൈറ്റിസും പാൻക്രിയാസിലെ ക്യാൻസറും കപ്പ നിർത്തിയിട്ട് വേണം കൊടുക്കാൻ. കപ്പയാണ് അതിലെ വില്ലൻ. കപ്പയും കള്ളും ചേർന്നാൽ പറയുകയും വേണ്ട. കപ്പ കഴിക്കരുത് എന്ന് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടേ കൊടുക്കാവൂ. അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്ത് കഴിക്കരുതെന്നും സ്ട്രിക്റ്റായി പറയണം. കാരണം അലുമിനിയം വെള്ളവുമായി പ്രവർത്തിച്ച് അലുമിനിയം ഓക്സൈഡും അതുപോലെ തക്കാളി വാളംപുളി മുതലായവയുമായി പ്രവർത്തിച്ച് അലുമിനിയം ക്ലോറൈഡ്, ക്ലോറൈറ്റ്, സൾഫേറ്റ് മുതലായവയും അവ മുള്ളങ്കി, വഴുതനങ്ങ മുതലായവയും പ്രവർത്തിച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡും ഒക്കെ ഉണ്ട്. ഇന്ന് കുട്ടികളുടെ ചികിത്സയിൽ നിൽക്കുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ഏറ്റവും വിഷമം പിടിച്ച ഒരു വ്യാപാരം മലബന്ധമാണ്. മലബന്ധം ഒട്ടേറെ ഗ്രന്ഥികളെ ഉണ്ടാക്കും. മലബന്ധം ഇന്ന് വളരെ കൂടുതലാണ്. അച്ഛനമ്മമാർ മലം ശ്രദ്ധിക്കാതായി, ഭിഷഗ്വരന്മാരും മലത്തെ ശ്രദ്ധിക്കാതായി. കാരണം രോഗം അതിനുള്ളൊരു ഔഷധമെന്ന് കാണാതെ പഠിക്കുന്ന പുതിയ വൈദ്യശാസ്ത്രത്തിന്റെ സങ്കേതങ്ങളിലൂടെ ആയുർവേദവും സഞ്ചരിക്കാൻ തുടങ്ങുകയും റെപ്രസെന്റേറ്റീവ്സിന്റെ എണ്ണമുണ്ടാവുകയും അവർ വന്ന് ഭിഷഗ്വരന്മാരെ പഠിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നതോടെ ആയുർവേദത്തിൽ അത് കുറവാണെന്ന് തോന്നുന്നു. എങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. എങ്കിലും കുറച്ചുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഇത് പനിക്കുള്ളതാണ്, ഇത് ചുമയ്ക്കുള്ളതാണ്, ഇത് ഗ്യാസിനുള്ളതാണ്. അങ്ങനെയുള്ള മരുന്നുകൾ ഇന്ന് വരികയും അവയെ കുറിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വാതപിത്ത കഫങ്ങളെയും ധാതുക്കളെയും ദോഷം, ദൂഷ്യം തുടങ്ങിയവയെ മലത്തെയും നോക്കാതായിട്ടുണ്ട്. സ്പെസിഫിക്സ് ഉപയോഗിച്ചുള്ള ചികിത്സ ഇന്ന് വളരെ വളർന്നു വരികയാണ്. അതിന്റെ പരിണാമം വളരെ തിക്തമാണ്. പഴയകാലത്ത് മലമൂത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു, വേർപ്പിന് പ്രാധാന്യമുണ്ടായിരുന്നു. അച്ഛനമ്മമാർ തന്നെ അത് ശ്രദ്ധിച്ചിരുന്നു. 4-5 ദിവസം കൂടുമ്പോഴാണ് കുട്ടികൾ പലപ്പോഴും കക്കൂസി പോകും.